ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. മഴയൊക്കെയാണ്, ഇന്നാണൊന്ന് ചെറുതായിട്ടൊന്ന് താണത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൈ നെയിം എന്ന് പറയുന്ന ഒരു കൊറിയൻ സീരീസുമായിട്ടാണ്. ആക്ഷനും ഇമോഷനും ഒരുപോലെ പ്രാധാന്യം നൽകിയ ഒരു റിവെഞ്ച് ത്രില്ലർ. അപ്പോൾ ഇത് സീരീസിന് 8 എപ്പിസോഡാണുള്ളത്. അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൻ്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ നായികയാണ് കാണിക്കുന്നത്. അവളുടെ പേര് യൂൻ ജിവു എന്നാണ്. രാവിലെ തന്നെ യൂൻ പാട്ടൊക്കെ കേട്ട് അച്ഛൻ്റെ ഫോട്ടോയും നോക്കി കിടക്കുകയാണ്. അദ്ദേഹം ഒളിവിൽ കഴിയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. കുറച്ച് കഴിഞ്ഞ ശേഷം യൂൻ എക്സസൈസൊക്കെ ചെയ്ത് റെഡിയായി സ്കൂളിലേക്ക് പുറപ്പെടുന്നു. പുറത്തിറങ്ങിയപ്പോൾ തന്നെ 2 പേര് പുറത്ത് കാറിൽ കാത്തിരിപ്പുണ്ടായിരുന്നു. അവർ പോലീസുകാരാണ് കേട്ടോ. അതിലൊരാൾ ജീവു, നിന്റെ അച്ഛനെങ്ങാനും വിളിച്ചോടി, അയാളെപ്പറ്റി വല്ല വിവരവും കിട്ടിയോ എന്നൊക്കെ ചോദിച്ച് അവളുടെ പിന്നാലെ കാറിൽ പിന്തുടരുന്നു. അവളാകട്ടെ അതൊന്നും ശ്രദ്ധിക്കുന്നത് പോലുമില്ല. ഒന്നും മിണ്ടാതെ പാട്ടും കേട്ടുകൊണ്ട് യൂൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അവൾ സ്കൂളിലെത്തിയപ്പോൾ അവന്മാര് നിന്റെ അച്ഛനെങ്ങാനും വിളിച്ചാൽ മര്യാദയ്ക്ക് എന്റെ മുന്നിൽ വന്ന് കീഴടങ്ങാൻ പറ എന്നും പറഞ്ഞ് പോകുന്നു. യൂൻ ക്ലാസ്സിൽ കയറി ചെന്നപ്പോൾ അവിടെ വേറെ ആരും എത്തിയിരുന്നില്ല. പക്ഷെ അവളുടെ മേശ മുഴുവൻ അവളെ ചീത്ത പറഞ്ഞുകൊണ്ട് ആരോ എന്തൊക്കെയോ കുത്തി വരച്ചിട്ടുണ്ടായിരുന്നു. അത് വായിച്ചു നോക്കി യൂൻ വീണ്ടും പാട്ടും കേട്ട് അവിടെ തന്നെ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ക്ലാസ്സിൽ കുട്ടികളൊക്കെ എത്തി. അപ്പോൾ 3 പെൺകുട്ടികൾ അങ്ങോട്ടേക്ക് വന്ന് അവളെ എന്തൊക്കെയോ കളിയാക്കാനും ദേഷ്യപ്പെടാനും ഒക്കെ തുടങ്ങി. ഓ, ഈ ശവം തിരിച്ചു വന്നോ, നിന്റെ അച്ഛൻ ഇപ്പോഴും മുങ്ങി നടപ്പ് തന്നെ അല്ലേ, അങ്ങനെ പൊക്കാൻ വേണ്ടി പോലീസ് പരക്കം പായുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നമ്മുടെ യൂൻ അതിനൊന്നും റിയാക്ട് ചെയ്തതേയില്ല. കളിക്കുന്നതിന് പോലും യൂനിനോടൊപ്പം ഒരാളും കൂടുന്നുണ്ടായിരുന്നില്ല. പാവം, എല്ലാവരും കൂട്ടമായി കളിക്കുമ്പോൾ അവൾ മാത്രം ഒറ്റയ്ക്ക് ഷട്ടിൽ തട്ടി കളിക്കുന്നു. അതിനിടയിൽ അവളെ കാറിൽ ഫോളോ ചെയ്ത പോലീസുകാര് യൂനിന്റെ ടീച്ചറോട് എന്തോ സംസാരിക്കുന്നത് യൂൻ കാണുന്നു. അതേ തുടർന്ന് ആ ടീച്ചർ അവളെ സ്കൂളിൽ നിന്നും പറഞ്ഞുവിടാൻ തീരുമാനിക്കുന്നു. എന്തിനാണ് തന്നെ പറഞ്ഞുവിടുന്നതെന്ന് യൂൻ ടീച്ചറോട് ചോദിക്കുന്നു. മറ്റു കുട്ടികളുടെ മാതാപിതാക്കൾക്ക് നീ ഇവിടെ ഉള്ളത് ഇഷ്ടമല്ല, അതുകൊണ്ടാണെന്ന് ടീച്ചർ പറയുന്നു. അതിന്റെ മറ്റെല്ലാ ഫോർമാലിറ്റീസും ഫോമും എല്ലാം ഫില്ല് ചെയ്യുന്ന കാര്യവും ഞാൻ ഉടനെ തന്നെ ചെയ്തോളാം എന്നും പറഞ്ഞ് ടീച്ചർ അവളെ ക്ലാസ്സിലേക്ക് വിടുന്നു. യൂൻ ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ ആ തടിച്ച പെൺകുട്ടിയില്ലേ, അവൾ യൂനിന്റെ ബാഗ് മുഴുവൻ പൗഡർ വിതറിയിട്ടിരുന്നു. അത് ഡ്രഗ്സ് ആണെന്നും പറഞ്ഞ് അവരെല്ലാം ചേർന്ന് യൂനിനെ കളിയാക്കുന്നു. ദേഷ്യം വന്ന യൂൻ അവരെയെല്ലാം എടുത്തിട്ട് പെരുമാറുന്നു. എല്ലാത്തിനെയും അടിച്ച് ചവിട്ടി കൂട്ടുന്നു. നിനക്കെന്താടി വട്ടുപിടിച്ചോ എന്ന് ഒരുവൾ അലറുന്നു. ഒരു ഗ്യാങ്സ്റ്ററിന്റെ മകളായിട്ട് ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്നും പറഞ്ഞ് യൂൻ ആ ബാഗും എടുത്ത് ക്ലാസ്സിന് പുറത്തേക്ക് പോകുന്നു. എല്ലാ കുട്ടികളും പേടിച്ച് വഴിമാറി കൊടുക്കുന്നു. അപ്പോഴേക്കും ആ ടീച്ചർ അവിടെ എത്തി. യൂൻ, എന്താ ഇത് എന്ന് ദേഷ്യപ്പെടുന്നു. യൂനാകട്ടെ നിങ്ങൾ എന്നെ ഇറക്കി വിടുകയൊന്നും വേണ്ട, ഞാനായിട്ട് തന്നെ ഇറങ്ങുകയാണ് എന്നും പറഞ്ഞ് നെയിം ടാഗ് വലിച്ചൂരി ആ ടീച്ചർക്ക് കൊടുത്തിട്ട് യൂൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. പുറത്തെത്തിയ യൂൻ നേരെ ചെന്ന് അവളെ ഫോളോ ചെയ്യുന്ന ആ പോലീസുകാരില്ലേ, ലവന്മാരുടെ കാറിന്റെ മിറർ തല്ലി പൊട്ടിച്ച് അവിടെ നിന്നും ഓടുന്നു. എന്റെ കയ്യിൽ കിട്ടിയ കൊന്നു കളയും അസത്തെ എന്നും പറഞ്ഞിട്ട് അവന്മാര് പിന്നാലെയും പോകുന്നു. കിഡിലൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ അകമ്പടിയോടെ യൂൻ അവരുടെ പിടിയിൽപ്പെടാതെ ഓടുന്നു. ഒരുപാട് ഓടി അവൾ ഒരു കടൽ തീരത്ത് പോയിരിക്കുന്നു. എന്നിട്ട് യൂനിന്റെയും അച്ഛന്റെയും പഴയ ഫോട്ടോസൊക്കെ നോക്കി അവൾ അവിടെ കുറെ നേരം ചെലവഴിച്ചു. രാത്രി ഏറെ വൈകിയപ്പോൾ അവൾ വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴും ആ പോലീസുകാര് അവളുടെ വീടിന് മുന്നിൽ കാവലിരിക്കുന്നുണ്ടായിരുന്നു. അവൾ അവരെ മൈൻഡ് ചെയ്യാതെ വീട്ടിലേക്ക് കയറി പോകുന്നു. വീടിന്റെ മുന്നിലായി യൂനിന്റെ അച്ഛൻ കൊടുത്തയച്ച ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു. അത് ചവിട്ടിച്ചാടി അവൾ വീട്ടിലേക്ക് കയറുന്നു. ഇന്ന് നമ്മുടെ പാവം യൂനിന്റെ പിറന്നാളായിരുന്നു. അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ പലതവണ റിംഗ് ആവുന്നു. അത് കണ്ടിട്ടും യൂൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ആ വിളിക്കുന്നത് വേറെ ആരുമല്ല, യൂനിന്റെ അച്ഛൻ തന്നെയാണ്. ഒരു കോയിൻ ബൂത്തിൽ നിന്നാണ് പുള്ളിക്കാരൻ ഇപ്പോൾ വിളിക്കുന്നത്. പുള്ളിക്കാരൻ നിർത്താതെ പലതവണ വിളിച്ചപ്പോൾ യൂൻ ഫോൺ എടുക്കുന്നു. അച്ഛന്റെ പൊന്നു മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ, പിറന്നാൾ ദിവസം അച്ഛന് വരാൻ പറ്റിയില്ല, മോൾ അച്ഛനോട് ക്ഷമിക്കണം എന്ന് യൂനിന്റെ അച്ഛൻ അവളോട് പറയുന്നു. മോളിന്ന് പിറന്നാളായിട്ട് എന്തൊക്കെയാ ചെയ്തത്, കൂട്ടുകാരോടൊപ്പം ഒക്കെ പാട്ടൊക്കെ പാടി രസിച്ചു കാണും അല്ലേ എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ യൂനാവട്ടെ ഒരു വാക്ക് പോലും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് വളരെയധികം വിഷമമായിക്കൊണ്ടേയിരുന്നു. മോളെ, ഹലോ, നിങ്ങളുടെ പിറകെ ഉണ്ടായിരുന്ന ആ പോലീസുകാർ ഒരു മാസത്തോളമായിട്ട് ഇപ്പോൾ എന്നെയും ഫോളോ ചെയ്യുകയാണ്. ഞാനൊരു ഗ്യാങ്സ്റ്ററിന്റെ മോളാണെന്നുള്ള റൂമേഴ്സ് കോളേജ് മുഴുവൻ ഇപ്പോൾ പരന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാർ പോലും എന്നോടിപ്പോൾ സംസാരിക്കാറില്ല എന്നും പറഞ്ഞുകൊണ്ട് യൂൻ കരയാൻ തുടങ്ങി. മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? എന്നിട്ടെന്തേ നീ ഇതൊന്നും അച്ഛനോട് പറയാതിരുന്നത്? ഞാൻ എങ്ങനെ പറയാനാണ്? അച്ഛൻ്റെ ഫോൺ കുറച്ച് ദിവസമായിട്ട് ഓഫാണല്ലോ, പിന്നെ ഞാൻ എങ്ങനെ പറയാനാ ഓരോ കാര്യങ്ങളും? എന്നിട്ടിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം എന്തിനാ വിളിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് യൂൻ അവളുടെ അച്ഛനോട് കയർത്ത് കയറുകയാണ്. മോളെ, അച്ഛനെല്ലാം ശരിയാക്കാം, അച്ഛന് കുറച്ച് ദിവസത്തെ കൂടി സമയം താ, അതുവരെ നീ ഒന്ന് കാത്തിരിക്കണം. ഇല്ല, ഇനി ഞാൻ അച്ഛനു വേണ്ടി കാത്തിരിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മരിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞ് യൂൻ ഫോൺ കട്ട് ചെയ്യുന്നു. പാവം യൂനിന്റെ അച്ഛൻ, അയാൾക്ക്
വളരെയധികം വിഷമമായി. അയാൾ ഫോൺ കട്ട് ചെയ്ത് കാറിലേക്ക് കയറുന്നു. ശേഷം അയാൾ തന്റെ ഫോൺ എടുത്ത് ഓൺ ചെയ്യുന്നു. ആ സമയത്ത് ഡ്രൈവർ അയാളോട് പറയും, നിങ്ങൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നറിയാലോ. പക്ഷെ അതിന് മറുപടിയൊന്നും പറയാതെ അയാൾ ഫോൺ എടുത്ത് യൂനിന്റെ മെസ്സേജുകൾ ഓരോന്നും വായിച്ചു നോക്കിയാണ്. അയാൾക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമായി. ഉടനെ തന്നെ ഡ്രൈവറോട് പുറത്തിറങ്ങാൻ പറഞ്ഞിട്ട് അയാൾ കാർ ഓടിച്ച് അവിടെ നിന്നും പോകുന്നു. ആ അച്ഛൻ നേരെ പോയത് തന്റെ മകളുടെ അടുത്തേക്കായിരുന്നു. അവിടെ പാറാവ് കിടക്കുന്ന പോലീസുകാരെ രണ്ടിനെയും അടിച്ച് പൊട്ടിച്ചിട്ട് പുള്ളിക്കാരൻ വീട്ടിലേക്ക് കയറിപ്പോകുന്നു. യൂൻ ഉറങ്ങുകയായിരുന്നതുകൊണ്ട് അച്ഛൻ വിളിച്ചപ്പോൾ എഴുന്നേറ്റില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന എക്സ്ട്രാ കീ ഉപയോഗിച്ച് ആ ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഉള്ളിൽ നിന്നും കൊളുത്തിട്ടിരുന്നതുകൊണ്ട് അത് തുറക്കാനും സാധിച്ചില്ല. അപ്പോഴേക്കും യൂൻ എഴുന്നേൽക്കുന്നു. അപ്പോഴാണ് വീടിന് പുറത്ത് ആരോ വരുന്നത് ആ അച്ഛൻ ശ്രദ്ധിക്കുന്നത്. മുഖംമൂടി അണിഞ്ഞ റെയിൻകോട്ട് ഇട്ട ഒരു രൂപം. അയാളെ കണ്ട ഉടനെ തന്നെ അച്ഛൻ ആ വാതിലിന്റെ പിടി മുറുകെ പിടിക്കുന്നു. കാരണം ഉള്ളിൽ നിന്നും മകള് അത് തുറക്കാൻ പാടില്ലല്ലോ. ആ വന്ന വ്യക്തിയാവട്ടെ ഒരു ഗണ്ണെടുത്ത് യൂനിന്റെ അച്ഛന് നേരെ ചൂണ്ടുന്നു. യൂനിന്റെ അച്ഛനാവട്ടെ ഒരു കത്തിയെടുത്ത് അയാളെ ആക്രമിക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നു. ഇതൊന്നും അറിയാതെ യൂനാവട്ടെ അച്ഛൻ വന്നതറിഞ്ഞ് വേഗം വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ അവക്ക് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അച്ഛൻ പുറത്തുനിന്ന് പിടിച്ചിട്ടല്ലേ ഉള്ളത്. വാതിലിലുള്ള ദ്വാരത്തിലൂടെ അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ അച്ഛന് മുന്നിൽ ആരോ നിൽക്കുന്നതായിട്ട് അവൾക്ക് മനസ്സിലാവുന്നു. ആ വെടിവെച്ച് കേട്ട് അവൾ ആകെ ഞെട്ടി വിറച്ചുപോയി. അച്ഛാ വാതിലോർക്ക് എന്താ പറ്റിയത് എന്ന് യൂൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്ത് അവളുടെ അച്ഛന് വെടിയേറ്റിരിക്കുകയാണ്. അയാൾ ആ കൊലയാളിയോട് പറയുന്നു, എന്റെ മകളെ വെറുതെ വിട്ടേക്ക്. ആ കൊലയാളി വീണ്ടും യൂനിന്റെ അച്ഛനെ വെടിവെക്കുന്നു. യൂൻ ആകെ പേടിച്ചരണ്ടിരിക്കുകയാണ്. അവൾ ഒരുപാട് തവണ ആ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവൾക്ക് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. യൂനിന്റെ അച്ഛൻ എന്ത് ചെയ്തു എന്നറിയോ? അയാളുടെ കയ്യിലുണ്ടായിരുന്ന താക്കോല് ആ ലോക്കിനുള്ളിലല്ലേ ഉള്ളത്. അയാള് അത് കൈകൊണ്ട് തന്നെ പൊട്ടിച്ചെടുക്കുന്നു. അതിന്റെ ഒരു ഭാഗം ആ വാതിലിനുള്ളിൽ കുടുങ്ങിയതുകൊണ്ട് യൂനിന് ഇപ്പോൾ അത് തീരെ തുറക്കാൻ പറ്റാതെയായി. യൂൻ മോളെ പുറത്തേക്ക് വരല്ലേ എന്ന് അച്ഛൻ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കൊലയാളിയാവട്ടെ അവിടെ നിന്ന് നടന്നു നീങ്ങുകയും ചെയ്യുന്നു. യൂൻ ആ വാതിൽ പഴുതിലൂടെ നോക്കിയെങ്കിലും കൊലയാളിയുടെ രൂപം മാത്രമേ അവൾക്ക് കാണാൻ സാധിച്ചുള്ളൂ. മുഖമോ അത് ആരാണെന്നോ അവൾക്ക് വ്യക്തമായില്ല. മോളെ ജീവു, അച്ഛനോട് ക്ഷമിക്കടി. ഞാൻ കാരണം നിനക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായി. നിന്റെ ജീവിതം ദുസ്സഹമാക്കിയത് ഞാനാണ്. യൂനകത്തു നിന്നും കരഞ്ഞു പറയുകയാണ്, അച്ഛൻ അതൊന്നും സാരമില്ല, വാതിലൊന്ന് തുറക്ക്, പുറത്തേക്ക് വരണം, എനിക്ക് അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ആ അച്ഛൻ്റെ ശബ്ദം നിലച്ചു. യൂൻ ഒരുപാട് കഷ്ടപ്പെട്ട് വാതിൽ എങ്ങനെയൊക്കെയോ കൂടി തുറന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും അവളുടെ അച്ഛൻ മരണപ്പെട്ടിരുന്നു. അച്ഛനെ കെട്ടിപ്പിടിച്ച് അവൾ അലറിക്കരഞ്ഞു. അവരെ സഹായിക്കാൻ പോലും തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പോലും ഒരാളും പുറത്തേക്ക് ഇറങ്ങി വന്നില്ല. അടുത്ത ദിവസം അയാളുടെ മരണാനന്തര ചടങ്ങുകളിൽ ഒരു സംഘം ആൾക്കാർ വരുന്നു. ചോയ് മോജിനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ഡോങ് ജെയോൺ എന്ന ഓർഗനൈസേഷന്റെ ആൾക്കാരാണവർ. അവരോടൊപ്പമാണ് യൂനിന്റെ അച്ഛൻ വർക്ക് ചെയ്തിരുന്നത്. മിസ്റ്റർ ചോയ് ഒരു സിഗരറ്റ് കത്തിച്ച് പാതി വലിച്ചതിന് ശേഷം യൂനിന്റെ അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ അത് വെക്കുന്നു. അതിനുശേഷം അയാൾ അവിടെ നിന്ന് പോവാൻ നോക്കുമ്പോൾ യൂൻ അയാളോട് ചോദിക്കും, നിങ്ങളാണോ എന്റെ അച്ഛനെ കൊണ്ടുപോയി ആൾക്കാരെ കൊല്ലാനും തല്ലാനും ഒക്കെ പഠിപ്പിച്ചത്? ഉടനെ അയാൾ പറയും, നിന്റെ അച്ഛൻ എന്റെ വളരെ അടുത്ത സുഹൃത്തും ഒരു സഹോദരനും എനിക്ക് ഏറ്റവും അധികം വിശ്വാസമുള്ള ഒരാളുമായി. അതുമാത്രമല്ല അയാൾ നല്ലൊരു അച്ഛൻ കൂടിയായിരുന്നു. നീ അതുമാത്രം ഓർത്താ മതി എന്നും പറഞ്ഞ് അയാളും സംഘവും അവിടെ നിന്ന് പോകുന്നു. പാവം യൂൻ അച്ഛന്റെ ശവശരീരത്തിനടുത്ത് നിന്ന് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അച്ഛനും താനുമൊത്ത് ഒരു ബീച്ചിൽ പോയിരുന്നതും അവിടെ വെച്ച് അച്ഛൻ അവളോട് നമുക്ക് ഇതുപോലൊരു സ്ഥലത്ത് ഒരു ബീച്ചിന്റെ സൈഡിൽ ഒരു വീട് വാങ്ങണമെന്നും അവിടെ സന്തോഷത്തോടെ ജീവിക്കണമെന്നും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നു. അച്ഛന്റെ ശവശരീരവും പിടിച്ച് യൂൻ അവിടെ കിടന്ന് അലറിക്കരയുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യൂൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് തന്റെ അച്ഛന്റെ കൊലപാതകളെ കുറിച്ച് അന്വേഷിക്കുന്നു. പക്ഷെ ആ പോലീസുകാരൊന്നും അതിനെപ്പറ്റി പിന്നീട് അന്വേഷിച്ചിരുന്നില്ല. കൊലപാതകം നടന്നു, അതവിടെ കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ. അവിടെ വെച്ച് കൊലയാളിയുടെ ഒരു CCTV ദൃശ്യം അവിടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് യൂൻ കാണുന്നു. അതിനെക്കുറിച്ചും അവൾ അവരോട് ചോദിക്കുന്നു. പക്ഷെ അവരൊന്നും മറുപടി പറയുന്നില്ല. യൂൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നു. ആ സമയത്ത് പോലീസുകാരൻ പറയും, നിന്റെ അച്ഛൻ വാണ്ടഡ് ലിസ്റ്റിൽ പ്രതിയായിരുന്നു. അയാൾ മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് സംസാരിച്ചത് നിന്നോടാണ്. ഒരുപക്ഷെ നീ അയാളോട് കീഴടങ്ങാൻ പറഞ്ഞിരുന്നെങ്കിൽ അയാൾ ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നു എന്ന് ആ പോലീസുകാരൻ യൂനിനോട് പറയുന്നു. പാവം യൂൻ അത് കേട്ട് താൻ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുകയാണ് അവൾ. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. അവിടെ നിന്നും യൂൻ നേരെ പോയത് മിസ്റ്റർ ചോയിയുടെ അടുത്തേക്കാണ്. നിങ്ങളല്ലേ പറഞ്ഞത് എന്റെ അച്ഛൻ നിങ്ങളുടെ ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്തും സഹോദരനുമായിരുന്നു എന്ന്? ഇത് അദ്ദേഹത്തെ കൊന്നയാളുടെ ഫോട്ടോയാണ് എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്നും എടുത്ത ആ ഫോട്ടോസ്റ്റാറ്റ് അവിടെ കൊടുക്കുന്നു. ഈ കൊലയാളിയെ എനിക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ എന്ന് യൂൻ ചോയിയോട് ചോദിക്കുന്നു. ഞാൻ അയാളെ കണ്ടെത്തിയാൽ എന്ന് ചോയ് ചോദിക്കുന്നു. അയാളെ ഞാൻ എന്റെ കൈകൊണ്ട് കൊല്ലും എന്ന് യൂൻ മറുപടി
പറയുന്നു. ഉടനെ ചോയ് ചിരിച്ചിട്ട് അവന്റെ കത്തിയെടുത്ത് യൂനിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കും. ഈ കത്തി വെച്ച് എന്നെ കുത്ത്, നിന്റെ അച്ഛനെ കൊന്ന കൊലയാളി ഞാനാണെന്ന് കരുതി ആ കത്തി വെച്ച് എന്നെ കുത്ത് എന്ന് ചോയ് പറയുന്നു. പക്ഷെ യൂനിന് അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ആ കത്തിയും പിടിച്ച് പേടിച്ച് വിറച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ചോയ് ആ കത്തി അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതിനു ശേഷം അവളുടെ ചെകിട് പൊളിച്ചൊരടി പാവം യൂൻ താഴെ വീണുപോയി. ശേഷം ചോയ് ആ കത്തിയെടുത്ത് അവന്റെ ടേബിളിന് മുകളിലേക്ക് കുത്തി ഇറക്കി വെക്കുന്നു. ആ ടേബിളിന്റെ സൈഡിലായിട്ട് യൂനിന്റെ അച്ഛന്റെയും ചോയിയുടെയും ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ശേഷം തജാവോ എന്ന തന്റെ പിഎയോട് യൂനിനെ പുറത്താക്കാൻ ചോയ് പറയുന്നു. ഉടനെ തന്നെ യൂൻ അവിടെ നിന്നും എഴുന്നേറ്റ് താൻ കൊണ്ടുവന്ന ഫോട്ടോയും പിന്നെ അച്ഛന്റെ ചിതാഭസ്മവും കൂടി കൊണ്ടുമാണ് അവൾ അങ്ങോട്ടേക്ക് വന്നത്. അതും കൂടി എടുത്ത് അവിടെ നിന്നും പോകുന്നു. വീട്ടിലെത്തിയ യൂൻ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന ആ കീ ഉണ്ടല്ലോ പാതി പൊട്ടിയത്, അതും നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ആകെ വിഷമത്തോടെ. ആ സമയത്ത് ആരോ കോളിംഗ് ബെല്ലടിക്കുന്നു. വാതിലിൽ ശക്തിയായി തട്ടുകയും ചെയ്യുന്നു. യൂനിന് വാതിൽ തുറക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അവൾ താക്കോൽ പഴുതിലൂടെ നോക്കുമ്പോൾ അന്ന് വന്നതുപോലെ ഒരു രൂപം റെയിൻകോട്ടൊക്കെ ധരിച്ച് ആരോ തന്റെ വാതിലിന് മുന്നിൽ നിൽക്കുന്നു. ഏറെ നേരം തട്ടിയിട്ടും യൂൻ വാതിൽ തുറക്കാത്തതുകൊണ്ട് അയാൾ ആ താക്കോൽ പഴുതിലൂടെ ഉള്ളിലേക്ക് നോക്കുന്നു. അയാളുടെ മുഖം കണ്ട് യൂനും ഞെട്ടിപ്പോയി. അതിനുശേഷം അയാൾ അവിടെ നിന്നും പോകുന്നു. യൂനിന് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പേടിച്ചു നിൽക്കുകയാണ്. തന്റെ നിസ്സഹായാവസ്ഥയെക്കുറിച്ചോർത്ത് അവൾ ആകെ വിഷമിച്ചു. തന്റെ അച്ഛന്റെ കൊലയാളി ഒരുപക്ഷെ ഇയാളാണെങ്കിലോ എന്നുള്ള ചിന്ത അപ്പോൾ അവൾക്കുണ്ടായി. ഉടനെ തന്നെ അവൾ കയ്യിൽ കിട്ടിയ ഒരു കമ്പിയും എടുത്ത് അയാൾക്ക് പിന്നാലെ പോകുന്നു. അവൾ പുറത്തെത്തിയപ്പോഴേക്കും അയാൾ കാറിൽ കയറിപ്പോയിരുന്നു. പക്ഷെ പിന്നീടും വെറുതെ ഇരിക്കാൻ നമ്മുടെ യൂൻ തയ്യാറായില്ല. അവൾ ആ കൊലയാളിയുടെ ഫോട്ടോ ഉണ്ടല്ലോ അത് ഒരുപാട് ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് കടകളിലും കമ്പ്യൂട്ടർ സെന്ററുകളിലും അങ്ങനെ എല്ലാ സ്ഥലത്തും ഒട്ടിക്കുന്നു. ഇയാളെ കണ്ടുപിടിച്ചു തരുന്നവർക്ക് 5 മില്യൺ സമ്മാനമായി നൽകുമെന്നും അതിലെഴുതിയിരുന്നു. ഒരു ദിവസം നമ്മുടെ മിസ്റ്റർ ചോയ് യൂൻ ഒട്ടിച്ചു വെച്ച ആ പേപ്പർ കാണുന്നു. അതെടുത്ത് വായിച്ചു നോക്കിയിട്ട് അയാൾ അവിടെ നിന്നും പോകുന്നു. അടുത്ത ദിവസം നമ്മുടെ യൂനിന് ഒരു കോള് വരുന്നു. നിങ്ങൾ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്ററിലെ ആ വ്യക്തിയെ എനിക്കറിയാം, ഞാൻ ലൊക്കേഷൻ അയക്കാം, പണവുമായി വന്നാൽ അയാളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ തരാം എന്നായിരുന്നു ആ ഫോൺ കോൾ. ഉടനെ തന്നെ പണവും ഒരു കത്തിയും എടുത്ത് യൂൻ അവിടെ നിന്നും അവർ അയച്ച ലൊക്കേഷനിലേക്ക് പോകുന്നു. അവിടെ എത്തിയപ്പോൾ അവരാകെ കുടിച്ച് അല്ലെങ്കിൽ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച രീതിയിൽ ലഹരിയുടെ അടിമപ്പെട്ട് കിടക്കുന്ന രണ്ടുപേരായിരുന്നു. അവർ യൂനിനോട് പണം ആവശ്യപ്പെടുന്നു. യൂൻ ആദ്യം അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ തരൂ, ഞാൻ പണം തരാം എന്ന് പറയുന്നു. പക്ഷെ അവർ അതിനൊന്നും കാത്തുനിന്നില്ല. യൂനിന്റെ കയ്യിൽ നിന്നും ആ പണം തട്ടിപ്പറിക്കുന്നു. ഉടനെ തന്നെ യൂൻ അവരെ തിരിച്ച് ആക്രമിക്കുന്നു. അവരും യൂനിനെ ആക്രമിക്കുന്നു. യൂൻ പരമാവധി അവരെ അടിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് നേരമൊന്നും പിടിച്ചു നിൽക്കാൻ അവളെ കൊണ്ട് സാധിച്ചില്ല. അപ്പോഴാണ് അതൊരു പെണ്ണാണെന്ന് അവർക്ക് മനസ്സിലായത്. ഉടനെ തന്നെ അതിലൊരുത്തൻ അവളുടെ മുഖത്ത് തന്നെ അടിച്ച് അവളെ ബോധം കെടുത്തുന്നു. പിന്നീട് ബോധം തെളിഞ്ഞപ്പോൾ അവളുടെ കൈകൾ പരസ്പരം കൂട്ടിക്കെട്ടി ഒരു കാറിന്റെ ഡിക്കിക്കുള്ളിലാണ്. അവൾ അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആ കാർ സഡൻ ബ്രേക്ക് ഇടുന്നു. അവൾ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് കയ്യിലേക്ക് മുറിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ പുറത്ത് ആരോ ഇവളെ തട്ടിക്കൊണ്ടുപോയവരെ അടിക്കുന്ന ശബ്ദം യൂൻ കേൾക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പെട്ടെന്ന് ആ കാറിന്റെ ഡിക്കി തുറക്കപ്പെടുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, മിസ്റ്റർ ചോയ് ആയിരുന്നു. അയാൾ ആ കത്തി പിടിച്ചു വാങ്ങി അവളുടെ കയ്യിലേക്ക് മുറിച്ചു മാറ്റുന്നു. ചോയ് യൂനിനോട് വെറുതെ പ്രശ്നങ്ങളിൽ പോയി ചാടരുതെന്ന് ഉപദേശിക്കുന്നു. അവൾ ചോദിക്കും, നിങ്ങൾ എന്റെ അച്ഛനെ കൊന്നവരെ കണ്ടുപിടിച്ചോ? അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല. പോലീസുകാരും അതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കുന്നില്ല. എന്റെ കൺമുന്നിൽ വെച്ച് എന്റെ അച്ഛൻ മരിച്ചപ്പോൾ, അതും ഞാൻ കാരണം മരിച്ചപ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്ന് അവൾ ചോയിയോട് കരഞ്ഞു പറയുന്നു. ഉടനെ ചോയ് അവളോട് പറയും, നിന്റെ അച്ഛനെ കൊന്നവരെ കൊല്ലാൻ നീ തീരുമാനിച്ചെങ്കിൽ മനുഷ്യരെ കൊല്ലുന്നതിന് നീ പ്രാപ്തിയായിരിക്കണം. താൻ എന്തിനും തയ്യാറാണ് എന്നുള്ള രീതിയിൽ യൂൻ അയാളെ നോക്കുന്നു. ശേഷം മിസ്റ്റർ ചോയ് യൂനിനെയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നു. കടൽ തീരത്തുള്ള തന്റെ ജിമ്മിലേക്ക്. അവിടെ നിറയെ ആണുങ്ങളായിരുന്നു. അവരുടെ ഇടയിലേക്ക് ചോയ് അവളെയും കൊണ്ടുപോകുന്നു. അവിടെയുള്ള ആണുങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം ഇടിച്ചും കുത്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കഠിനമായ പരിശീലനങ്ങൾ. ഇത് ചോയിയുടെ ടീമാണ്, ചോയിയുടെ ഓർഗനൈസേഷന്റെ ചാവേർ സംഘം. അവരുടെ അടുത്തേക്കാണ് ചോയ് യൂനിനെയും കൊണ്ട് ചെല്ലുന്നത്. നമ്മുടെ തേജുവാണ് ആ ജിമ്മിന്റെ ഇൻചാർജ്. അവിടെയുള്ള എല്ലാവരും യൂനിനെയും ചോയിയെയും നോക്കി നിൽക്കുകയാണ്. ചോയ് ഇത് പുതിയ റിക്രൂട്ടാണെന്നും പറഞ്ഞ് യൂനിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നു. അവിടെയുള്ള പലരും അവളെ ആർത്തിയോടെയും പുച്ഛത്തോടെയും നോക്കുന്നു. ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഒരുപക്ഷെ നമുക്ക് വിശക്കുമ്പോൾ തിന്നാനായിരിക്കും. അതൊരു കൊച്ചു കുട്ടിയാണ്, കൊച്ചുകുട്ടിയാവട്ടെ, നമുക്ക് നന്നായി വളർത്താം എന്നൊക്കെ അവളെ പലരും കളിയാക്കുന്നു. അപ്പോൾ ഡോങ്ജെ എന്നൊരുത്തൻ പറയും, അവൾ നിങ്ങൾക്കുള്ള ഭക്ഷണമൊന്നുമല്ല, നമ്മുടെ ഒരു മെമ്പറാണ് എന്നും പറഞ്ഞ് എല്ലാവരുടെയും വായടപ്പിക്കുന്നു. ശേഷം അവൻ അവളെയും കൂട്ടി അവന്റെ മുറിയിലേക്ക് പോകുന്നു. അവന്റെ ബിഹേവിയറും അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. ഒരുമാതിരി ആർത്തിപ്പണ്ടാരത്തിന് മുന്നിൽ ബിരിയാണി വെച്ച പോലെയുള്ള ഒരു ബിഹേവിയർ ആയിരുന്നു അവന്റെയും. അവൻ അവിടെ ഉണ്ടായിരുന്ന അവന്റെ സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി, ഇനി മുതൽ നീ ഇവിടെ താമസിച്ചോ, ഞാൻ മേലെ താമസിച്ചോളാം എന്നും പറഞ്ഞിട്ട് അവന്റെ സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്നും പോകുന്നു. ഇതേസമയം പുറത്ത് തജാവു നമ്മുടെ ചോയിയോട്, നിങ്ങൾ എന്താണ്
എന്താണ് അവളെ കൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അവൾക്ക് അവളുടെ അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചെയ്യണം, അവൾ ചെയ്യട്ടെ എന്ന് ചോയ് പറയുന്നു. അടുത്ത ദിവസം മുതൽ നമ്മുടെ യൂണിന്റെ പണി എന്താണെന്നറിയോ? അവിടെയുള്ള പാത്രം കഴുകുക, അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുക, അവരുടെ ഡ്രസ്സ് അലക്കുക, അങ്ങനെ അവർ എല്ലാ പണികളും അവളെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. ആരും അവളെ ഒരു പെണ്ണായിട്ട് പോലും കാണുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും നികൃഷ്ട ജീവിയെ പോലെയായിരുന്നു അവളോട് പെരുമാറിയിരുന്നത്. പക്ഷെ യൂനാകട്ടെ അതിനൊന്നും റിയാക്ട് ചെയ്യാതെ അവൾ അവളുടെ ജോലിയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം അവന്മാര് ചെയ്യുന്നത് പോലെ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം അന്വേഷിക്കുന്നു. അവൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അവർ എന്തെങ്കിലും ചെയ്ത് അവളെ ഇറിറ്റേറ്റ് ചെയ്യും. അവൾ ഒരു ബോക്സിംഗ് ബാഗിന് കിക്ക് ബോക്സിംഗ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരുത്തൻ ആ ബോക്സിംഗ് ബാഗ് ചവിട്ടി തെറിപ്പിക്കുന്നു. അവളും അതിന്റെ കൂടെ തെറിച്ചു പോകുന്നു. പിന്നാലെ നിന്ന് ഒരുത്തൻ അവളുടെ മാറിടത്തിൽ ചേർത്ത് പിടിക്കുന്നു. ദേഷ്യം ഇരച്ചു കയറിയ നമ്മുടെ യൂൻ അവന്റെ മോന്തക്കിട്ടൊരൊറ്റ പഞ്ച് അവന് നന്നായി വേദനിച്ചു. അതോടെ അവൻ അവളെ തിരിച്ചടിക്കാൻ തുടങ്ങി. അവൻ അവളെ അടിച്ച് നിലത്തിടുന്നു. എല്ലാവരും വന്ന് അവനെ പിടിച്ചു മാറ്റുന്നു. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ യൂൻ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം അവൾ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നു. അവിടേക്ക് നമ്മുടെ ചോയിയും എത്തിച്ചേരുന്നു. നിനക്ക് ഇവിടെ നിന്ന് ഓടിപ്പോണമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ വിജയത്തെക്കുറിച്ച് മാത്രമാണ് എന്ന് യുവൻ മറുപടി പറയുന്നു. തീർച്ചയായും അതുതന്നെയാണ് വിജയം. പക്ഷെ ഇവിടെ നിനക്ക് വേണ്ടത് വിജയമല്ല, കൊലപാതകമാണ്. അവനെ കൊല്ലുക, അത് മാത്രമായിരിക്കണം നിന്റെ ചിന്ത. അവരെ ശക്തി കൊണ്ട് തോൽപ്പിക്കാമെന്ന് ചിന്തിക്കരുത്. അവരുടെ വൈറ്റൽ പാർട്ടുകളിൽ പ്രഹരിക്കുക, അതായിരിക്കണം നീ ശ്രദ്ധിക്കേണ്ടത്. തലയോട്ടി, മേൽചുണ്ട്, ചിൻ, സോളാർ പ്ലക്സസ്, പിന്നെ ജെനറ്റൽ ഓർഗൻസും, ഇതാണ് വൈറ്റൽ പോയിന്റ്സ്. ഇവിടെയായിരിക്കണം നീ പ്രഹരിക്കേണ്ടത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് നിന്റെ ശത്രുവിനെ തോൽപ്പിക്കാനാവും എന്ന് ചോയ് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. വാ, ഇനി നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്നും പറഞ്ഞ് ചോയ് അവളോടൊപ്പം ട്രെയിനിങ്ങിന് ചേരുന്നു. അവളുടെ അച്ഛന്റെ നെഞ്ചിൽ പച്ചകുത്തിയിരുന്നത് പോലെ തന്നെ ചോയിയുടെ നെഞ്ചിലും ആ ഓർഗനൈസേഷന്റെ സിമ്പൽ പച്ചകുത്തിയിരിക്കുന്നത് അവൾ കാണുന്നു. ശേഷം അവരിരുവരും ട്രെയിനിങ് ആരംഭിക്കുകയാണ്. യൂൻ ചോയിയുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് വാങ്ങിക്കൂട്ടുന്നുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ അവളും തിരിച്ചു കൊടുക്കുന്നുണ്ട്. അവസാനം ചോയ് പറയും, നിനക്ക് ടെക്നിക്കുകൾ അറിയാം, പക്ഷെ സ്ട്രെങ്ത് കുറവാണ്, അത് ഉണ്ടാക്കിയെടുക്കണം. ചോയും യൂനും പ്രാക്ടീസ് ചെയ്യുന്നത് ഗാങ്ജെ നോക്കി നിൽക്കുന്നുണ്ട്. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് നമ്മുടെ യൂനിന്റെ പ്രാക്ടീസാണ്, കഠിനമായ പ്രാക്ടീസ്. അതൊക്കെ നമ്മുടെ ചോയി CCTVയിലൂടെ കാണുന്നുമുണ്ട്. തന്റെ മുന്നിൽ ആ കില്ലറാണുള്ളത് എന്ന് കരുതി തന്നെയാണ് നമ്മുടെ യൂൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ വേഗതയും ശക്തിയും വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരുന്നു. തന്റെ അച്ഛന്റെ കൊലപാതകിയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ആയുധമായി അവൾ അവളെ തന്നെ മാറ്റിയെടുക്കുന്നു. അങ്ങനെ ഇപ്പൊ ആ ജിമ്മിൽ ഒരു മത്സരം നടക്കുകയാണ്. എല്ലാവരും തമ്മിലുള്ള കൂട്ടത്തല്ല്. എല്ലാവരും വീണ് കഴിയുമ്പോൾ അവസാനം ബാക്കിയാവുന്ന ആളാണ് വിജയ്. വെറുതെ നിന്നാ പോരാട്ടോ, എല്ലാരും തല്ലി കൂട്ടണം. വിജയ്ക്ക് കൈ നിറയെ പണവും കിട്ടും. ആ മത്സരത്തിൽ നമ്മുടെ യൂനുമുണ്ട്. എല്ലാവരും തമ്മിൽ അടിയോടടി, മരണയടി, തമ്മിലടി, കൂട്ടയടി, ചറപറാട്ടി. അവസാനം വരെ എത്തി നിൽക്കുന്നത് ഗാങ്ജയും നമ്മുടെ യൂനുമാണ്. പക്ഷെ അതിനിടയിൽ യൂനും വീണുപോകുന്നു. അതോടെ ഗാങ്ജയെ എല്ലാവരും വിജയായി കരുതുന്നു. അയാൾക്ക് പണം നൽകുന്നതിന് വേണ്ടിയിട്ട് തേജു തയ്യാറാവുന്നു. ആ സമയത്ത് നമ്മുടെ ചോയ് പറയും, പടക്കുതിര ഇനിയും ബാക്കിയുണ്ട്. എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ ദേ നമ്മുടെ യൂൻ തന്റെ മുകളിൽ വീണിരിക്കുന്ന ആളെ തള്ളി മാറ്റി എഴുന്നേറ്റ് വരുന്നു. ഗാങ്ജെ അവളെ പുച്ഛത്തോടെ നോക്കിയിട്ട് അവളുമായിട്ട് ഫൈറ്റിന് തയ്യാറായി നിൽക്കുന്നു. യൂനും തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ എപ്പിസോഡ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും ഈ കഥയും ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതുവരെ